പണ്ടൊരു കുഞ്ഞു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ എല്ലാ പൗരന്മാരും രാജാവാക്കപ്പെടും. 5 വർഷത്തേക്കാണ് ആ രാജാവാക്കപ്പെടുന്ന കാലാവധി. ആ 5 വർഷം കഴിഞ്ഞിട്ട് ഈ രാജാവാക്കപ്പെടുന്ന വ്യക്തിയെ കൊണ്ടുചെന്ന് അവിടുത്തെ അടുത്ത രാജാവാവുന്ന വ്യക്തി ആ മിനിസ്ട്രി കൊണ്ടുചെന്നിട്ട് അവിടുത്തെ തൊട്ടടുത്തൊരു കാട്, വൻ കാടാണ് അവിടെ ഉള്ളത്. കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഘോരവനം. അതിനകത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് കളയുകയാണ് ഈ രാജാവിനെ, 5 വർഷം പൂർത്തിയായ രാജാവിനെ. അപ്പോൾ അങ്ങനെ ആ വന്യമൃഗങ്ങൾക്ക് തീറ്റയാവാനുള്ള രീതിയിലാവും ഈ 5 വർഷം സന്തോഷമായിട്ട് ജീവിച്ച രാജാവ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു പോയി. ഓരോ രാജാക്കന്മാർ വന്നു, ഇതുപോലെ ഫോറസ്റ്റിലാക്കപ്പെട്ടു, വന്യമൃഗങ്ങൾ തിന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാൾക്ക് ശേഷം ഒരു രാജാവ് ഇതുപോലെ അവരോധിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ചിന്ത തുടങ്ങി, ദൈവമേ ഞാൻ 2 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി പോകുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പം അയാളുടെ ആ രാജാ പദവിയോടെ തന്നെ അവിടുത്തെ സൈനികരെ കൊണ്ട് ആ കാട് മൊത്തം വെട്ടിത്തെളിക്കുകയാണ്. വെട്ടിത്തെളിച്ചിട്ട് അവിടെ ഉള്ള വന്യമൃഗങ്ങളെയും ആ മരങ്ങളെയെല്ലാം അതേപോലെ വേറെ ഒരുപാട് ദൂരെ, അവിടുന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ ഫോറസ്റ്റ് ആയിട്ടിരുന്ന ലെവൽ ചെയ്ത ആ സ്ഥലം ഇതേപോലുള്ളൊരു സാമ്രാജ്യം അവിടെ കെട്ടിപ്പടുത്തിട്ട് ഇതേപോലുള്ള കുറേ ആൾക്കാരെ അവിടെ സ്ഥാപിക്കും. എന്നിട്ട് ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഈ രാജാവിനെ കൊണ്ട് അവിടെ കളയുന്ന സ്ഥലം, ആ ഫോറസ്റ്റ് ഏരിയ മൊത്തവും അയാളുടെ ഇതുപോലുള്ളൊരു സാമ്രാജ്യം, അവിടുത്തെ രാജാവായി ഇയാൾ വാഴുന്നതുമാണ് കഥ. അപ്പം നമ്മളെപ്പോഴും നമ്മളെ ടാലന്റ് വെച്ച് മുമ്പോട്ട് നമ്മൾ രാജപദവിയിലാണ് ജീവിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ ആവാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അപ്പം മുമ്പോട്ടുള്ള എന്തെങ്കിലും കരുതൽ എപ്പോഴും വെച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ.